ഗൈസ് ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ് ഉമ്മച്ചി കൊണ്ടുവന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടാണ് ആക്ച്വലി. ഇത് മൊറോക്കോയോ അങ്ങനെ എന്തോ ഒരു രാജ്യത്തെ സംഭവമാണ്. പിന്നെ നമുക്കുള്ളത് ഫിഗാണ്. ഫിഗിൻ്റെ പച്ച ഫിഗ് നല്ല അടിപൊളി കണ്ടോ, നല്ല പച്ച ഫിഗ്. നമ്മളിതിൻ്റെ നൂലി കെട്ടിയ ഉണക്കാണ് സാധാരണ കൊണ്ടുവരാറുള്ളത്. ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകും ഗൈസ്. പിന്നെ നമ്മൾ ഇത് ചോക്ലേറ്റ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ബിസ്ക്കറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ജുജൂബ് ഉണ്ടോ, ജുജൂബ് എന്ന് പറയുമ്പം അപ്പോൾ ഇതാണ് സാധനം ഉണ്ടോ. നമ്മളൊരു പ്ലംസിൻ്റെ ഒരു രീതിയാണ് ഈ സാധനം. നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരിക. നട്ട്സ് വേണ്ട, കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് പറഞ്ഞു. ടേസ്റ്റ് നോക്കിയേ ഉമ്മച്ചി കഴുകിയിട്ട് ഇപ്പം ടേസ്റ്റ് പറയും ഗൈസ്. എന്താണ് അവസ്ഥ, നല്ലതാണ് എന്താണ്. ഞാനിത് കഴിച്ചിട്ടില്ലേ. എന്താണ് അവസ്ഥ? അതൊന്നുമില്ല, കൊള്ളത്തില്ല. ഇഷ്ടപ്പെട്ടോ? അവിടെ ഒരു ബൈറ്റ് വന്ന് വെച്ചത് ഒരു ചെറിയ നമ്മളെ ഈ മരത്തിലേക്ക് അല്ല, എനിക്കിത് അലർജിയാണ് ആക്ച്വലി. അതെ നമ്മളല്ല പ്യൂർ ഉണ്ടല്ലോ പ്യൂറിന്റെ അത് ഒരു ടേസ്റ്റ് അല്ലേ ആ സാധനം. മറ്റേതെങ്ങനെ അഞ്ചീരം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇതില്ലേ, അത് നൈസല്ലേ ഈ സാധനം? ഇത് കഴിച്ചു നോക്കിയില്ലേ? ഇതാണ് അത്തിപ്പഴം എന്ന് പറയുന്ന സാധനം. അത്തിപ്പഴം എന്ന് പറയും, ഫിഗാണ് അത് സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളാണ് ഗൈസ് ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ വേറൊരു സാധനമുണ്ട് ഗൈസ്, ഇതാണ് ഗൈസ് ഈ പ്രാവശ്യത്തെ നമ്മളെ സ്പെഷ്യൽ സാധനം. ഇങ്ങനെ കണ്ടുന്ന തലങ്ങനെയല്ല ഇത് നമ്മുടെ ഒമാൻ ചിപ്സ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് നമ്മുടെ ഒമാൻ ചിപ്സ്. ഇത് സലാഡ് ചിപ്സ് എന്ന് പറയും. ഈ സംഭവം ഭയങ്കര ഫേമസ് ആണ് ഈ സാധനം. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്പെഷ്യൽ സാധനമാണ് മജിക്ക്, വെറൈറ്റി സാധനങ്ങൾ. അപ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്നവർക്ക് കൊടുക്കണം. കുറേ ഉണ്ട് കേട്ടോ, അതിനകത്ത് 25 പാക്കറ്റൊക്കെ ഉണ്ടമ്മ. ഒരെണ്ണം കഴിച്ചു നോക്കും. പിന്നെയാണ് അടുത്തത് ഈ പങ്കുവയ്ക്കൽ പരിപാടിയാണ് ഗൈസ് നടക്കുന്നത്. പങ്കുവയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഉമ്മമാരെ മെയിൻ പരിപാടി. അല്ല, പങ്കുവയ്ക്കൽ ഞാനിത് വെറുതെ വന്നതാണല്ലോ, അപ്പം കാര്യമായിട്ടുള്ളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മമാരെ മെയിൻ പരിപാടി ഇതാണ്. സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അവർ പിന്നെ ന്യൂസ് പേപ്പർ എടുക്കുന്നു, അതിനകത്തോട്ട് വാഴിയിടുന്നു, ഇങ്ങനെ ഓരോ പൊതികളാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. ഒരു സന്തോഷം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ. അല്ലാ, ഭയങ്കര ഷോക്കാണ് ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വന്ന് കയറിയപ്പോഴും ഭയങ്കര ഷോക്കാണ്. കാര്യം എന്ന് വെച്ചാൽ നെറ്റില്ല, അതാണ് അവസ്ഥ. ഇനിയിപ്പോൾ അതിൻ്റെ യൂസർ ഐ ഡി എന്താണെന്ന് നോക്കണം. ഞാൻ നെറ്റ് ഓണാണ് സംഭവം. ഇനിയിപ്പോൾ റീചാർജ് ചെയ്യണം, അത് എന്തോ പറ്റിയിട്ടുണ്ട്, അത് നോക്കണം എന്തായാലും. പിന്നെന്താ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ നമ്മൾ ലാൻസി കുട്ടി ഇവിടെ ഉണ്ട്. അത് അവന്മാർ എയർപോർട്ടിൽ വന്നു പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടു. പിന്നെ വേറൊരാളുണ്ട്, പുള്ളിക്കാരൻ മുള്ളി ഗൈസ്. പുള്ളിക്കാരൻ ഇവിടെ ഫുള്ള് മുള്ളിയിട്ടൊക്കെ ഇരിക്കുകയാണ് കണ്ടോ, തറയിൽ ഫുള്ള് മുള്ളിയിട്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ടാക്കി നമ്മളെ ബുള്ളറ്റ് നമ്മൾ എടുത്തു ഗൈസ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഇത് ആക്ച്വലി ഓയിൽ നല്ല ലീക്കായി. അത് ഓയിൽ ഒഴിച്ചാൽ മതി, സീനില്ല. ഇത് എടുക്കാതിനെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓവർഫ്ലോ ഉണ്ട്. ഇത് കണ്ടോ, ഈ സാധനം ഇപ്പം വർക്കാവുന്നില്ല, അതായത് ആക്സിലേറ്റർ ഇപ്പം വർക്കാവുന്നില്ല. സോ ഇപ്പം ഞാൻ എടുക്കുന്നില്ല, നമുക്ക് ചെറിയ പണിയുണ്ട്. ആക്സിലേറ്റർ കേബിളും പിന്നെ ഈ കാർബേറ്റർ ഒന്ന് മാറ്റണം. കാർബേറ്റർ ഓൾറെഡി അതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് 2 കത്തി നമ്മൾ കാണിച്ചപ്പോഴും പറഞ്ഞത്. ഇപ്പം നമ്മളെ വണ്ടി സ്പെഷ്യലി പണിയുന്നത് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ്, സജു എന്ന് പറയുന്നത് നമ്മളെ അണ്ണൻ. അപ്പോൾ പുള്ളിയാണ് പണിയുന്നത്. സോ അങ്ങോട്ട് കൊണ്ടുപോകണം. സോ എനിക്ക് എൻ്റെ കുട്ടനെ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ആംബിയറെല്ലാം ഓക്കെയാണ് കേട്ടോ, ഓക്കെയാണ് കേട്ടോ. എല്ലാം ബാറ്ററിയൊക്കെ ഉണ്ട്, സീനില്ല. കണ്ടോ, ബാറ്ററിയൊക്കെ ഉണ്ട്, എല്ലാം പക്കയാണ്. അപ്പോൾ ഗൈസ് നാട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്, വന്ന് കയറിയതല്ലേ ഉള്ളൂ.